രണ്ടാം വർഷ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ ജൂലൈയിൽ നടക്കുകയാണ്. ജൂലൈ 5 മുതലാണ് നടക്കുന്നത്. അപ്പോൾ വെള്ളി, ശനി, ഞായർ, പിന്നെ അടുത്ത വെള്ളി, ശനി, ഞായറായിട്ട് 6 ദിവസങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ടൈം ടേബിളൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലസ് ടുവിൽ 5-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി, കന്നഡ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച, ശനിയാഴ്ച നടക്കുന്നത് ഇംഗ്ലീഷാണ്. കോമൺ ആയിട്ടുള്ള ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കൊമേഴ്സ് ഉള്ളവർക്ക് കോമൺ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 7-ാം തീയതി ഞായറാഴ്ച വരുന്നത് ബിസിനസ് സ്റ്റഡീസ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജിയാണ്. പിന്നെ ഗാന്ധിയൻ സ്റ്റഡീസ് ഉണ്ട്. ഓപ്ഷൻ, അതായത് സബ്ജക്റ്റ് കോമ്പിനേഷൻ മാറ്റമുള്ളവർക്ക് ഗാന്ധിയൻ സ്റ്റഡീസ് ഉണ്ട് ഞായറാഴ്ച. അതാണ് ഫസ്റ്റ് ഘട്ടമായിട്ടുള്ള എക്സാം. ശനി, ഞായർ, ഓക്കെ, വെള്ളി, ശനി, ഞായറായിട്ടുള്ളത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ്, അഥവാ 12-ാം തീയതിയാണ് എക്സാം വരുന്നത്. 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സാം. അടുത്ത വെള്ളിയാഴ്ചയാണ് തുടങ്ങുന്നത്. ഹിസ്റ്ററി, അക്കൗണ്ടൻസിയാണ് വെള്ളിയാഴ്ച വരുന്നത്. ദെൻ ശനിയാഴ്ച വരുന്നത് എക്കണോമിക്സ് ആണ്. ദെൻ പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ് അത് നിങ്ങൾ പഠിച്ച് തുടങ്ങുക, റിവിഷൻ നടത്തി തുടങ്ങുക, ലാസ്റ്റ് ടൈം റിവിഷൻസ് നടത്തുക. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അത് മാത്രം റിവൈസ് ചെയ്ത് ബാക്കിയുള്ള സമയങ്ങളിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ യൂസ് ചെയ്യുക. തുല്യതാ പരീക്ഷയുടെ മെറ്റീരിയൽ യൂസ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് സോഷ്യോളജി, അതുപോലെ തന്നെ ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, ഇതിനൊക്കെ ആ രീതിയിൽ യൂസ് ചെയ്യാം. ദെൻ എക്കണോമിക്സിന് നമ്മൾ തന്നിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇംഗ്ലീഷിനുള്ള ക്ലാസ്സുകൾ തുടർന്ന് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഇംഗ്ലീഷ് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷയുമായി അടുത്ത ദിവസങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും വരുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാ അത് നോക്കിയിട്ട് പാഠഭാഗങ്ങൾ നമ്മൾ തീർക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസാണ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നതെങ്കിൽ അത് പഠിച്ചു തുടങ്ങാം. ദെൻ എക്കണോമിക്സ് ടഫായിട്ട് തോന്നുന്നതെങ്കിൽ എക്കണോമിക്സ് രാവിലെ, എല്ലാ ദിവസവും രാവിലെ ജസ്റ്റ് ഓരോ ചാപ്റ്ററുകൾ ഇങ്ങനെ റിവൈസ് ചെയ്തോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങി നടക്കുക. അപ്പോൾ രാവിലെ വൈകുന്നേരമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വീട്ടമ്മയായിട്ടുള്ള ആൾക്കാരോ, അല്ലെങ്കിൽ മറ്റുള്ള ജോലികൾ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ വൈകിട്ടും നിങ്ങൾ പഠനത്തിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ പോളിംഗ് ഒക്കെ നടത്തിയിരുന്നു. ഒട്ടുമിക്ക ആൾക്കാരും വൈകുന്നേരമാണ് പഠിക്കാനിരിക്കുന്നത്. അത് രാവിലെ ഒരു ഏർലി മോർണിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അത് ഏറ്റവും ടഫായിട്ട് തോന്നുന്ന ഏതാണ്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ്, പിന്നെ കൊമേഴ്സിലെ അക്കൗണ്ടൻസി ആണെങ്കിൽ അക്കൗണ്ടൻസി, അത് രാവിലെ നോക്കുക. സിമ്പിളായിട്ട് വായിച്ചു പോകുന്നതായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ടാവും. അത് ഹിസ്റ്ററി, അതുപോലെ തന്നെ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയാവും. അതൊക്കെ വൈകുന്നേരങ്ങളിൽ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. താങ്ക് യു.